अथ श्री महाभारत कथा। अथ श्री महाभारत कथा। महाभारत कथा। महाभारत कथा। कथा है पुरुषार्थ की, स्वार्थ के परमार्थ की, सार्थ की जिसकी बने श्री कृष्ण भारत पार्थ की। शब्द दिग्घोषित हुआ जब सत्य साधक सर्वथा। शब्द दिग्घोषित हुआ यदा यदा हि धर्मस्य ग्लानिर्भवति भारत, अभ्युत्थानम् अधर्मस्य तदात्मानं सृजाम्यहम् परित्राणाय साधूनां विनाशाय च दुष्कृतां धर्म संस्थापनार्थाय संभवामि युगे युगे। ശ്രീ മഹാഗണപതേ നമഃ. നമോസ്തുതേ വ്യാസവിശാലബുദ്ധേ പുല്ലാരവിന്ദായതപത്രനേത്രം യേന ത്വയാ ഭാരതതൈലപൂർണ്ണപ്രജ്വാലിതോ ജ്ഞാനമയപ്രദീപ നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദിവ്യം സരസ്വതിം വ്യാസം തതോ ജയമുദീരേ. എല്ലാവർക്കും നമസ്കാരം. പാണ്ഡവന്മാർ ഹസ്തനപുരത്തിൽ എന്ന ഭാഗമാണ് നമുക്ക് നോക്കാനുള്ളത്. 5 പുത്രന്മാരോടും 2 പത്നികളോടും നെഞ്ചകം തെളിഞ്ഞ അരണ്യാശ്രമേ വാഴങ്കാലം. പാണ്ഡു അങ്ങനെ സുഖമായിട്ട് ശതശൃംഗത്തിൽ താമസിക്കുന്ന കാലം. പഞ്ചസായകൻ തന്റെ ബന്ധുവാം കാലം വന്നു. കാമദേവന്റെ ബന്ധുവായിട്ടുള്ള വസന്തം വന്നു. പഞ്ചത്വം ഭവിപ്പാനായി പാണ്ഡുവിനതു കാലം. പാണ്ഡുവിന് മരണം, പഞ്ചത്വം ഭവിക്കാനാണോ, മരണം സംഭവിക്കാനാണോ വസന്തകാലം വന്നതെന്ന് തോന്നും എന്നാ പറയുന്നത്. അന്ന് അർജുനന്റെ 14ാമത്തെ പിറന്നാളായിരുന്നു. ബ്രാഹ്മണരെയൊക്കെ വിളിച്ചു വരുത്തി ദാനാദികളൊക്കെ ചെയ്യാൻ കുന്തിദേവി തൽപരയായിട്ടിരിക്കുന്ന സമയത്ത് പാണ്ഡു തന്റെ മാധുര്യം കൂട്ടി അങ്ങനെ വനസഞ്ചാരം ചെയ്ത സമയത്ത് വസന്തത്തിന്റെ ഇതെല്ലാം കണ്ട്, വസന്താഗമം കണ്ട് അദ്ദേഹത്തിന് വളരെ മനസ്സിന് ഒരു വ്യഥ ഉണ്ടായി. അങ്ങനെ മനസ്സ് പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയെത്തി. അങ്ങനെ കാമപരവശനായിട്ട് മാധുരിയെ ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന് മാമുനിയുടെ ശാപം കാരണം മരണം സംഭവിച്ചു. വേഗം തന്നെ മാധുരി ആകെ വിഷണ്ണയായി കുന്തിദേവി അറിയിച്ചു. കുന്തിദേവി കുട്ടികളോട് ചെന്നുമ്പോൾ കുട്ടികളോട് അവിടെ നിൽക്കൂ എന്ന് പറഞ്ഞ് കുന്തിദേവി മാത്രം പോയി കെട്ടിപ്പിടിച്ച് കരയണതൊക്കെ മൂലത്തിലുണ്ട്. മാധുരിയും കുന്തിയും കൂടിയും കുറെ തർക്കിക്കും, ആരാണ് ഒപ്പം മരിക്കേണ്ടതെന്ന് പറഞ്ഞു. ഒടുക്കം മാധുരി തന്നെ എഴുത്തിയാണ് കുട്ടികളെ നോക്കാനൊക്കെ കഴിവുള്ളത്. അപ്പൊ എഴുത്തി എൻ്റെ കുട്ടികളെയും കൂടി നോക്കണം എന്ന് പറഞ്ഞ മാധുരി ഇദ്ദേഹത്തിൻ്റെ ഒപ്പം സീതയിൽ പ്രവേശിക്കുകയാണ്. അങ്ങനെ ശ്രീകൃഷ്ണന്റെ അച്ഛനായിട്ടുള്ള വസുദേവര് പറഞ്ഞയച്ച ഗർഗാചാര്യനോടെത്തി അദ്ദേഹം കർമ്മങ്ങളൊക്കെ ചെയ്യും. പിന്നെ പിണ്ടാദികളൊക്കെ ചെയ്ത ശേഷം താപസന്മാരൊക്കെ കൂടി ആലോചിച്ച് ഇവരെ ഹസ്തപുരത്തിലേക്ക് ആക്കണം. എന്തായാലും മഹാരാജാവിന്റെ കുട്ടികളല്ലേ, അവര് ഇനി ഇവിടെ വളർന്നാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഹസ്തപുരത്തിലെത്തി ഭീഷ്മാചാര്യരെ ഏൽപ്പിക്കുകയാണ്. ധൃതരാഷ്ട്രർക്കും മക്കൾക്കൊന്നും അത്ര സമ്മതമല്ലെങ്കിലും അവിടെ അവർ താമസമായി. അപ്പോഴേക്കാണ് വേദവ്യാസൻ അവിടെ വരുന്നത്. അദ്ദേഹത്തിന്റെ അമ്മ സത്യവതിയെയും അംബാലികമാരെയും കണ്ട് വാനപ്രസ്ഥത്തിന് അവര് നിർബന്ധിച്ചു കൊണ്ടുപോയി അവർക്ക് വേണ്ടതൊക്കെ ഉപദേശിച്ച് അവർക്ക് മോക്ഷം നേടിക്കൊടുക്കാനുണ്ടാവണം. അങ്ങനെ അവരുടെയും ശേഷക്രിയകൾ, സത്യവതി മുത്തശ്ശിയുടെയും അതുപോലെ തന്നെ
മുത്തശ്ശിമാരായിട്ടുള്ള അംബാലികമാരുടെയും ശേഷക്രിയകളൊക്കെ ബാലന്മാർ ചെയ്തു. അങ്ങനെ 106 പേര് തമ്മിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്രമേണ ഭീമസേനൻ എൻ്റെ ബലം കണ്ട് ബാക്കി 100 പേർക്ക് ദേഷ്യം, പ്രത്യേകിച്ച് ദുര്യോധനന് ഭീമസേനോട് ദേഷ്യം വന്ന് ഭീമസേനെ കൊല്ലാൻ പല പല ഉപായങ്ങൾ നോക്കുന്നു. ശകുനിയും കർണനും ഒക്കെ അതിനെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ ചോറിൽ വിഷം കലർത്തി കൊടുക്കുകയാണ്. ഗംഗാനദിയിൽ കളിക്കുന്ന സമയത്ത് പ്രമാണകോടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരിക്കൽ സ്നേഹമൊക്കെ അഭിനയിച്ച് ധാരാളം പദാർത്ഥങ്ങൾ കൊണ്ടുവന്നുണ്ട് എന്ന് പറഞ്ഞ് ഭീമന് പ്രത്യേകം കൊടുക്കുകയാണ്. സ്വതേ ആഹാരം ധാരാളം കഴിക്കുന്ന ഭീമൻ അതറിയാണ്ട് ആ വിഷം കഴിച്ചങ്ങനെ ബോധം കെട്ട് വീണ സമയത്ത് ദുര്യോധനനും ഒക്കെ കൂടി വന്ന് മരിഞ്ഞ് കെട്ടി ഗംഗയുടെ കയത്തിലേക്ക് അങ്ങോട്ട് ഉന്തി വിടുകയാണ്. അവിടെ എത്തിയപ്പോൾ കുറെ പാമ്പുകൾ ഇദ്ദേഹത്തിനെ ആക്രമിച്ചു, കൊത്തി. അപ്പൊ ആയുർവേദത്തിലൊക്കെ ഒരു തത്വമുണ്ട്, സ്ഥാവര വിഷവും ജംഗമ വിഷവും കൂടിയ വിഷമില്ലാണ്ട് പോകും. അപ്പൊ ആദ്യം സ്ഥാവരം വിഷം, മൃഗങ്ങളിലെ അല്ലെങ്കിൽ പാമ്പുകളിലെ ഒന്നും അല്ലാത്ത വിഷമാണ് ആദ്യം ചോറിൽ കൊടുത്തത്. ആ വിഷം ഉള്ളിൽ കിടന്ന് ഇദ്ദേഹത്തിനെ ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് പാമ്പുകളുടെ വിഷം വന്നത്. അപ്പൊ ജംഗമ വിഷം, അപ്പൊ രണ്ടും കൂടിയും കലർന്നതോടുകൂടി അത് ഇല്ലാണ്ടായി. അപ്പൊ അദ്ദേഹത്തിന് വിഷബാധ ഇല്ലാണ്ടായി. എങ്കിലും ഗംഗാനദിയുടെ കയത്തിലേക്ക് അങ്ങനെ പാമ്പുകൾ കൊണ്ടുപോയി അങ്ങനെ പാതാളത്തിലെത്തി വാസുകിയുടെ അടുത്തെത്തിച്ചു. വാസുകിയുടെ അടുത്തെത്തിച്ച വാസുകി നമ്മുടെ ബന്ധുക്കളാണെന്ന് മനസ്സിലാക്കി കൊടുക്കാം വേണ്ട ശുശ്രൂഷകളൊക്കെ ചെയ്തു. ബോധം വന്നപ്പോൾ ഒരു അമൃതപാനം, ഒരു പ്രത്യേക പാനീയം ഉണ്ട് അവിടെ, നല്ല ബലം ഉണ്ടാക്കുന്നത്, അത് അവന് കൊടുക്കുമെന്ന് പറഞ്ഞു. എത്ര ആഴ്ച കഴിച്ചോട്ടെ. ഒരു കുടം എടുത്തു കൊടുത്തു. അപ്പം മതിയാവില്ല, അത് എത്ര ആഴ്ച കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ 8 കുടം കുടിച്ചു എന്ന് പറഞ്ഞു. 8 കുടം കുടിച്ച് അങ്ങനെ വീണ്ടും കിടന്ന് ഉറങ്ങി. ഇനി ഉണരുമ്പോൾ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഉറങ്ങി 8 ദിവസം കിടന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ 8ാം ദിവസം ഉണർന്നപ്പോൾ ധാരാളം പൊന്നും വസ്ത്രങ്ങളും ഒക്കെ കൊടുത്ത് അങ്ങനെ അങ്ങോട്ട് തിരിച്ച് ആ പ്രമാണകോടിയിലേക്ക് ആക്കാൻ പറയാണ് പാമ്പുകളോട് വാസുകി. അങ്ങനെ എത്താണ് ഇവിടെ കുന്തിദേവി ആകെ വിഷമിച്ചിരുന്നു. ഇതൊക്കെ അറിയാം, വിതുര ചാരന്മാര് വഴിക്ക് അറിയാം അങ്ങനെ കൊല്ലാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടെന്ന്. എല്ലാം ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് കുന്തിദേവി കരഞ്ഞങ്ങനെ ഇന്ന് മരിക്കാൻ വഴിയില്ല എന്നൊക്കെ പറഞ്ഞ് വരുമെന്ന് വിതുരൻ സമാധാനിപ്പിച്ചു. അങ്ങനെ 10ാം ദിവസം മറ്റാണോ അദ്ദേഹം തിരിച്ചെത്തി. അപ്പൊ മക്കളോട് വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കാൻ, നിങ്ങൾ നേരിട്ട് യുദ്ധമൊന്നും ചെയ്യണ്ട, എന്നാലും ശ്രദ്ധയോടുകൂടി ഇരിക്കാൻ കുന്തിദേവി അവർക്ക് താക്കീത് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അവർ ആ 5 സഹോദരന്മാരും തമ്മിലുള്ള ഐക്യം ഊട്ടി ഉറപ്പിക്കുകയാണ് കുന്തിദേവി. ആ സമയത്താണ് കൃപാചാര്യര് അവര് ആയുധ അഭ്യാസം പഠിപ്പിക്കാൻ തുടങ്ങുന്നത്. അവിടുത്തെ കുലാചാര്യനാണ് കൃപാചാര്യർ. ആരാണ് കൃപാചാര്യര് എന്ന് പറയുന്നത്? ശാരദ്വതനാണ് ആദ്യം. ആ കുലം പറയാണ് ബ്രഹ്മാവിന്റെ മകനായിട്ട് അങ്കിരസന്റെ മക്കള് ഉദധ്യൻ, അതുപോലെ തന്നെ ബൃഹസ്പതി, സംവർത്തൻ അതിലുണ്ട്. ഉദധ്യന്റെ മകനാണ് ദീർഘതമസിന്റെ മകൻ ഗൗതമന്റെ മകനാണ് ശരദ്വാൻ. ശരദ്വാന് വേദത്തിലൊന്നും വലിയ താല്പര്യമില്ല എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ അച്ഛൻ ധനുർവേദം പഠിപ്പിച്ചു. അപ്പൊ അതില് വളരെ അഗ്രഗണ്യനായി ഇദ്ദേഹം. അത് കണ്ടപ്പോൾ ഇന്ദ്രനെ പേടിച്ച് ഇന്ദ്രൻ തപസ്സളക്കാൻ വേണ്ടി ജ്വാലാപതി എന്ന അപ്സരസിനെ പറഞ്ഞയച്ചു. അപ്സരസിനെ കണ്ടതും വില്ലും അമ്പൊക്കെ അഭ്യാസം ചെയ്തിരിക്കുന്ന ഈ ശരദ്വാന് കയ്യിൽ നിന്ന് വില്ലും അമ്പൊക്കെ വീണു ഈ അപ്സരസിനെ കണ്ടതോടുകൂടി. എങ്കിലും അദ്ദേഹം ധൈര്യം വിട്ടില്ല. അദ്ദേഹം ചെന്ന് കെട്ടിപ്പിടിക്കാനൊന്നും പോയില്ല. പിടിച്ചങ്ങനെ നിന്നു വെച്ചാലും അദ്ദേഹത്തിന്റെ വീര്യം പുറത്തേക്ക് വരുന്നുണ്ടായി. അത് വെറുതെ കളയാൻ ഒരു ശരസ്തംഭത്തിൽ ഒരു ഇതിന്റെ അമ്പിന്റെ കടക്കല് അങ്ങനെ ആക്കുക ചെയ്തു. അപ്പൊ അതോടുകൂടി ആ വീര്യം 2ആയി മുറിഞ്ഞു. അങ്ങനെ ഇന്ന് 2 കുട്ടികളുണ്ടായി, ഇരട്ടകളുണ്ടായി എന്നാണ് പറഞ്ഞു. അപ്പൊ ആ ഇരട്ടകളെ വേറെ ചില ആൾക്കാർ കൊണ്ടുവന്ന് കുട്ടികളെ കൊണ്ടുകൂടി മഹാരാജാവായിട്ടുള്ള ശന്തനുമാണ് അന്ന് അദ്ദേഹത്തിന് കൊണ്ടുകൊടുത്തപ്പോൾ ശന്തനു, ഞാൻ ഇവരെ വളർത്തിക്കോളാം, എനിക്കെന്തായാലും മക്കളൊന്നുമില്ല ഇപ്പോൾ, അപ്പോഴത്തെ സ്ഥിതി കേട്ടോ എന്ന് പറഞ്ഞാൽ ആ ഇരട്ടകളെ ആണിന് കൃപനെന്നും പെണ്ണിന് കൃപി എന്നും പേര് കൊടുത്ത് അങ്ങനെ ആയി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ശരദ്വാൻ ഇവിടെ വന്നു. അയ്യോ, ഇതെൻ്റെ
മകനല്ലേ, ഞാൻ ഇവനെ പഠിപ്പിക്കാന്ന് പറഞ്ഞു കൃപനെ ആയുധാഭ്യാസം, അതെനിക്കറിയേണ്ടത് അതാണല്ലോ. അത് അദ്ദേഹം കൃപനെ ധനുർവേദം പഠിപ്പിച്ചു. അങ്ങനെ പിന്നീട് ഭീഷ്മരുടെ നിയോഗത്തിൽ കുരുബാലന്മാരെ 106 ആൾക്കാരെ കൃപര് തന്നെ പഠിപ്പിക്കുകയാണ്. ആ സമയത്താണ് അവിടെ ദ്രോണാചാര്യർ വരുന്നത്. വൈശമ്പായനം പറയണം, അയ്യോ ദ്രോണരെ പറ്റി പറയിച്ച കുറേണ്ട. അദ്ദേഹത്തിൻ്റെ ഉൽപ്പത്തി ദ്രുപദനുമായിട്ട് സഖ്യം ചെയ്യാം. പിന്നീട് അദ്ദേഹം ഈ കൃപാചാര്യരെ സഹോദരി കൃപിയെ വിവാഹം ചെയ്യുക, അശ്വത്ഥാമാവ് ഉണ്ടാവുക. പിന്നീട് പരശുരാമനോട് ദാനം ചെയ്യാൻ പോയിട്ട് അദ്ദേഹം ആയുധാഭ്യാസം പഠിക്കുക. പിന്നെ പാഞ്ചാലിനോട് ചെന്ന് പാഞ്ചാലിന് വേണ്ടിയിട്ടുള്ള വഴക്ക്, ഇതൊക്കെ പറയാച്ചാൽ കുറേ ഉണ്ട്. തൽക്കാലം ഞാൻ ഇവിടെ നിർത്തുന്നു എന്ന് പറഞ്ഞ് വൈശമ്പായനോട് തൽക്കാലം നിർത്തുകയാണ്. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.